ആയുഷ് പ്രീമിയം സർട്ടിഫിക്കേഷനെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാതെ വയ്യ. ആയുഷ് പ്രീമിയം ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇന്റർനാഷണൽ സ്പെസിഫിക്കേഷൻ, അതായത് ലോകത്തിന്റെ ഏത് ഭാഗത്തേക്കും പോകാൻ എന്തൊക്കെയാണോ അതിനു വേണ്ട ഗുണനിലവാരങ്ങൾ, ഘടകങ്ങൾ, ഇതൊക്കെ പാലിച്ചുകൊണ്ടാണ് ആയുഷ് പ്രീമിയം സർട്ടിഫൈഡ് പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്നത്. ആയുഷ് പ്രീമിയം സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ആയുഷ് ഡിപ്പാർട്ട്മെന്റ് വിതരണം ചെയ്യുന്ന സൂപ്പർ ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ ആണ്, അല്ലെങ്കിൽ സൂപ്പർ ക്വാളിറ്റി അടയാളം. ഈ അടയാളം കിട്ടണമെങ്കിൽ വെറുതെ കിട്ടുന്നതല്ല. അതിന്റെ ബേസിക് ആയിട്ടുള്ള യോഗ്യത എന്ന് പറയുന്നത് ഇതിന് GMP സർട്ടിഫിക്കേഷൻ, ഗുഡ് മാനുഫാക്ചറിംഗ് പ്രാക്ടീസ് സർട്ടിഫിക്കേഷൻ ഉള്ള കമ്പനികൾക്കും അവരുടെ ഉൽപ്പന്നങ്ങൾക്കും മാത്രമേ ഇതിന് ആയുഷിന്റെ സർട്ടിഫിക്കേഷനുകളിൽ അപ്ലൈ ചെയ്യാൻ, അപേക്ഷിക്കാനുള്ള യോഗ്യതയുള്ളൂ. അപേക്ഷാ യോഗ്യത. രണ്ടാമത്തെ യോഗ്യത എന്ന് പറയുന്നത് ഈ ഉൽപ്പന്നം എവിടെ ഉൽപ്പാദിപ്പിക്കുന്നു എന്നുള്ളത് മുൻകൂട്ടി പറയാൻ കമ്പനികൾക്കാവണം. അതായത് ഏത് കമ്പനിയിലാണ് ഉൽപ്പാദിപ്പിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, ആ കമ്പനി വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുന്ന കമ്പനിയാണോ എങ്കിൽ മാത്രമേ ഇതിന്റെ അപേക്ഷ ഫയൽ സ്വീകരിക്കുള്ളൂ. ഈ അപേക്ഷ ഫയൽ സ്വീകരിച്ചാൽ പോലും ആ അപേക്ഷ സ്വീകരിച്ച ഫയലിൽ സ്വീകരിച്ച ഈ ഉൽപ്പന്നങ്ങൾ നിലവിൽ 3 ബാച്ചെങ്കിലും, 3 ബാച്ചാണ് പറയുന്നത്, 3 മാസം അല്ല, 3 ബാച്ചെങ്കിലും മാർക്കറ്റിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ കഴിയുള്ളൂ. ആദ്യമായി ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി അതിന് ആയുഷ് പ്രീമിയം സർട്ടിഫിക്കേഷൻ വേണം എന്ന് നമ്മൾ അപ്ലൈ ചെയ്താൽ കിട്ടില്ല എന്നർത്ഥം. അപ്പൊ 3 ബാച്ചെങ്കിലും മാർക്കറ്റിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് നേരത്തെ പറഞ്ഞ ക്വാളിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയും ആയുഷ് ഡിപ്പാർട്ട്മെന്റും ഒക്കെ ചേർന്ന് ഈ ഉൽപ്പന്നങ്ങളുടെ സാമ്പിളുകൾ പല ഭാഗത്ത്, ഇന്ത്യയുടെ പല ഭാഗത്തുനിന്നായി പല ബാച്ചിലുള്ളതും ഒക്കെ ശേഖരിച്ച് ഓരോ ബാച്ചിലുള്ളതും ഒരേ ഫിംഗർ പ്രിന്റ് വെച്ചാൽ വിരലടയാളം എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്. അതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ക്വാളിറ്റി മെഷർ ചെയ്ത് ആ മെഷർമെന്റ് നോട്ട് ചെയ്ത് നോക്കും, ഇതിന് ഇന്ന ക്വാളിറ്റി ഉണ്ട്. അതിന് ഫിംഗർ പ്രിന്റ് എന്നാണ് ഇവിടെ പറയുക. ആ ഫിംഗർ പ്രിന്റ് 3 ബാച്ചും ഒത്തുനോക്കും. ആ 3 ബാച്ചും സെയിം ആണെങ്കിൽ നമ്മളെ ഇതിന് അപേക്ഷ സ്വീകരിക്കും. ഈ അപേക്ഷ സ്വീകരിച്ച് ഇതിന്റെ മാനദണ്ഡങ്ങളൊക്കെ പാലിച്ച് ഇതിൽ ചേരേണ്ട ചേരുവകൾ എത്രയാണോ അതൊക്കെ എടുത്തു വെച്ച് ഓരോ ഇൻഗ്രീഡിയൻസും, ഓരോ ചേരുവകളുടെയും ഗുണനിലവാരം പരിശോധിച്ച് അതിന് ഏത് വിധത്തിലുള്ള ഗുണനിലവാര പരിശോധനയാണോ വേണ്ടത് ആ വിധത്തിൽ ഗുണനിലവാര പരിശോധന നടത്തി ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള ചേരുവകളാണ് എന്ന് ഉറപ്പുവരുത്തിയാൽ മാത്രം നിർമ്മാണാനുമതി കൊടുക്കുകയും നിർമ്മാണത്തിന് ശേഷം ആ ഉൽപ്പന്നത്തിന്റെ ഫിംഗർ പ്രിന്റ് നിലവിൽ എടുത്തു വെച്ച 3 ഫിംഗർ പ്രിന്റുമായി യോജിക്കുന്നതാണെന്ന് ഉറപ്പുവരുത്തിയാൽ മാത്രം അത് ഫീൽഡിലേക്ക് ആയുഷ് പ്രീമിയം മുദ്ര അടിച്ചുകൊണ്ട് പുറത്തേക്ക് വിടും. ഈ വിടുന്ന ഓരോ ഉൽപ്പന്നങ്ങളും അടുത്ത ബാച്ച് പോകുന്ന സമയത്തും ഇതേ ഫിംഗർ പ്രിന്റ് ആണെങ്കിൽ മാത്രമേ പുറമേക്ക് പോകാൻ അനുവദിക്കുന്നുള്ളൂ. തീർച്ചയായും ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള സർട്ടിഫിക്കേഷൻ നിരന്തരം കൊടുക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് നമ്മുടെ കമ്പനിയുടെ ഒന്നാമത്തെ വിജയം. ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് നമ്മുടെ വിജയം എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് ബെല്ലു സാർ എപ്പോഴും പറയാവുന്ന ഒരു കാര്യമാണ്, ഒരു പ്രൊഡക്റ്റ് ആദ്യമായി നമ്മുടെ നിർബന്ധം കൊണ്ട് വാങ്ങുന്നുണ്ടാകാം, രണ്ടാമത്, മൂന്നാമത്, നാലാമത്, അഞ്ചാമത് പിന്നെയും വാങ്ങുന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മളെ ഗുണം കണ്ടിട്ടല്ല, നമ്മളെ മുഖം കണ്ടിട്ടല്ല അവർ വാങ്ങുന്നത് ആ ക്വാളിറ്റിയുള്ള ഉൽപ്പന്നം ഇത് പെർഫെക്റ്റ് ആണെന്ന് മനസ്സിലായിട്ടാണ്. അപ്പൊ തീർച്ചയായും ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള സർട്ടിഫിക്കേഷനുള്ള ഉൽപ്പന്നങ്ങൾ നമുക്ക് കൊടുക്കാൻ കഴിയുന്നു എന്ന് വെച്ചാൽ നമ്മൾ ആയുഷ് സർട്ടിഫിക്കേഷനുള്ള ഉൽപ്പന്നങ്ങൾ മാത്രമല്ല കൊടുക്കുന്നത്, മറ്റുള്ള ഉൽപ്പന്നങ്ങൾ കൊടുക്കുന്നുണ്ട്. ആ ഉൽപ്പന്നങ്ങളും ആളുകൾ വാങ്ങുന്നത് സർട്ടിഫിക്കേഷൻ കണ്ടിട്ടല്ല, അവർ ഉപയോഗിച്ച ഉൽപ്പന്നങ്ങൾ നല്ലതാണെന്ന് ബോധ്യപ്പെട്ടിട്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് തീർച്ചയായും എല്ലാ സമയത്തും കൃത്യമായി ആളുകളിലേക്ക് നല്ല ഉൽപ്പന്നങ്ങൾ കൊടുക്കാൻ കഴിയും എന്നുള്ളത് നമ്മുടെ ഈ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് യാതൊരു സംശയവും വേണ്ട.